ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ പരിചയപ്പെടുത്താവേ. ഇത് മാംഗോസ്റ്റിനാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ക്വീൻ ഓഫ് ദ ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ. നമ്മുടെ കുടംപുളിയുടെയൊക്കെ വർഗ്ഗത്തിൽപ്പെടും. ഇതാണ് ഈ മഴക്കാലമാണ് ഇതിൻ്റെ സീസണേ. അപ്പം ഇവിടെ എന്തെങ്കിലും വീണ് കിടപ്പുണ്ടോ എന്ന് നോക്കാവേ. ഫോൺ എടുത്ത് നമുക്ക് വീഡിയോ എടുക്കാം. ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്, മാംഗോസ്റ്റിൻ. ഇതിൽ മരത്തേൽ ഒത്തിരി ആയി കിടപ്പുണ്ട്. അത് ഞാൻ കാണിക്കാവേ. ഇത് കണ്ടോ, ഇങ്ങനെ ഇത് ആദ്യം വരുന്നത് ഇങ്ങനൊരു ലൈറ്റ് ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ നിൽക്കും. ഇത് പഴുക്കുമ്പോഴാണ് ഈ കളറാകുന്നത്. ഇതിപ്പോൾ ചെറുതാ. നേരത്തെ ഇതിലൊക്കെ നല്ല വലിപ്പം വെക്കുമായിരുന്നു ഈ മാംഗോസ്റ്റിൻ. അടുത്ത് ഞാൻ വേറൊരു ഫ്രൂട്ടിൻ്റെ കാണിക്കാം. എഗ് ഫ്രൂട്ട്, ഞങ്ങൾ മുട്ടപ്പഴം എന്ന് പറയും. ഇതാണ് ആ സംഭവം. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ സീസൺ അല്ല. ഇതാണ് ആ മരം. ഇതാണ് അതിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. ഇതോ അണ്ട ആ കാണുന്നത് കാണാൻ മേലെ നിങ്ങൾക്ക്, ഒരു പച്ച കളറിൽ കാണുന്നത്. ഇത് നല്ലതായിട്ട് വലിപ്പം വെക്കും. എന്നിട്ട് പഴുക്കുമ്പം നല്ല മഞ്ഞ കളറ്, നമ്മുടെ ഈ മുട്ടയുടെയൊക്കെ അകത്തെ മഞ്ഞക്കരു പോലെ നല്ല മഞ്ഞ കളറായിട്ടായിരിക്കുന്നത്. അതാ ഇതിന് എഗ് ഫ്രൂട്ട്, മുട്ടപ്പഴം എന്നാണ് ഇതിൻ്റെ പറയുന്ന പേര്. പക്ഷേ അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ പെട്ടെന്ന് മടുക്കും അത് കഴിക്കുമ്പം. ഒട്ടും ജ്യൂസി അല്ലത്. എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടത്തില്ല. ഇനി നമുക്ക് റംബൂട്ടാനുണ്ട്. ഇവിടെ മഞ്ഞയും ചുമലയും ഉണ്ട്. ഇനിയും നമുക്ക് മഞ്ഞ നോക്കാം, ആയിട്ടുണ്ടോ നോക്കാവേ. വാ, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. പഴുത്തൊന്നും കാണുന്നില്ല. ഒരു 2 ആഴ്ചയും കൂടെ കഴിയുമ്പം ഇത് ഫുള്ള് നല്ല മഞ്ഞ കളറിൽ പഴുത്ത് കിടക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് വരാവേ. ഈ മരമാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. ഇതും നമ്മുടെ പുളിയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പം സ്റ്റാറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ സീസണായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് പൂത്തിട്ടുണ്ട്. ഈ പിങ്ക് കളറിൽ കാണുന്നത് ഇതിൻ്റെ പൂവാണേ. നമ്മുടെ ഈ ഓണത്തിൻ്റെയൊക്കെ ആ ഒരു ടൈമാണ് ഇതിൻ്റെ സീസൺ. നല്ലതാണിത്. വൈറ്റമിൻ സി ആണ്. നല്ലൊരു ഫ്രൂട്ടാണ്. ആ സമയമാകുമ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒരെണ്ണം പോസ്റ്റ് ചെയ്യാവേ. ഇത് മലേഷ്യൻ ചാമ്പ എന്ന് പറയും. ഇത് നിറച്ച് കായ്ക്കുന്ന കേട്ടോ. ഏറ്റവും മുകളിൽ പഴുത്ത് കിടപ്പുണ്ട്. ഈ ബാവലൊക്കെ വന്ന് തിന്നിട്ട് പോകുന്ന ഇതിന് നല്ല ടേസ്റ്റാണ്. ഒത്തിരി കാമ്പുണ്ട് ഇതിന്. നമ്മുടെ സാധാരണ ചാമ്പ പോലെയല്ല. പിന്നെ നല്ല ജ്യൂസിയാണ് ഈ സംഭവം. വലുതായിട്ട് പുളിയൊന്നുമില്ല. അടുത്തത് തായ്ലൻഡ് ചാമ്പയാണ്. ഇതിൻ്റെ മുകളിൽ ഉണ്ടായി കിടപ്പുണ്ട്. ഞാൻ കാണിക്കാവേ. കാണാൻ പറ്റുന്നുണ്ടോ? ആ കിടക്കുന്ന ആണ് തായ്ലൻഡ് ചാമ്പ. നല്ല ഫ്ലഷിയാണ്. പിന്നെ വലിയ പുളിയൊന്നുമില്ല ഇതിന്. ഞാൻ ഒരെണ്ണം പറിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതൊന്ന് കുലുക്കി നോക്കാം, വീഴുമോ നോക്കാവേ. വീഴത്തില്ല. ഒരു കമ്പ് സംഘടിപ്പിക്കാം. നമുക്കിത് കുത്തിയിട്ട് പിഴിക്കാവോ നോക്കാം. കമ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതൊന്ന് നമുക്ക് കുത്തിയിടാൻ പറ്റുമോ നോക്കാവേ. ഇതാണ് നമ്മുടെ തായ്ലൻഡ് ചാമ്പ. കണ്ട, ഒരു
ആപ്പിളിൻ്റെ വലിപ്പമുണ്ട്, പുളിയൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. കണ്ടോ, കറക്റ്റൊരു ആപ്പിൾ പോലെ ഇരിക്കും ഏകദേശം. നല്ലൊരു സംഭവമാണിത്. ചെറിയൊരു പുളിയുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ കഴിക്കാനും മാത്രം ഉണ്ട്. ഒരു ചെറിയ ആപ്പിളിൻ്റെ വലിപ്പമുണ്ട് ഇതിന്. കണ്ടില്ലേ? ഞാൻ ആക്ച്വലി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒത്തിരി നാളായി. അതുകൊണ്ട് ആ ഒരു ടച്ച് വിട്ടുപോയി. കൂടുതലും ഷോർട്സാണ് ചെയ്യുന്നത്. അപ്പം കുറേ നാളോടുകൂടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു മരമാണ്. ഞാൻ ഫോൺ ഇതിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് കാണിക്കാവേ. ഇതേത് മരമാണെന്ന് പറയാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ലോലോലിക്ക. ചിലയിടത്ത് ലൂബിക്ക എന്ന് പറയും, ചിലയിടത്ത് ലോലോലിക്ക എന്ന് പറയും. ഇവിടെയൊക്കെ ലോലോലിക്ക എന്നാണ് പറയുന്നത്. ചിലയിടത്ത് ലൗലോലിക്ക എന്ന് പറയും. ഇത് നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന, നെല്ലിക്ക ഇടുന്ന പോലെ ലോലോലിക്ക പിക്കിൾ ഇടുന്നതാണേ. ഇത് പഴുക്കുമ്പോൾ നല്ല റെഡ് കളറിൽ കിട്ടും. ഇത് ആണ്ടത് പച്ചയായിട്ടുള്ളത് ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട്. കണ്ടില്ലേ? പഴുത്തത് വീണ് കിടപ്പുണ്ട്. ഇതാ ഇത് ഉണ്ടല്ലേ? ഇതാണ് ലോലോലിക്ക. ആണ് മിനിയേച്ചർ ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച് എന്നും പറയും. ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ നല്ലതാണ്. പഴുത്തിട്ടില്ല, ഇത് നിറച്ച് കഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ഇവിടെയുണ്ട്, ഇതാ ഇതിൻ്റെ ഇടയിലുണ്ട്. ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതാണിത്. ഇതൊക്കെ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് ഇതെല്ലാം പഴുക്കുന്നത്. അപ്പം ഇവിടെ ഒരെണ്ണം പഴുത്ത് വരുന്നുണ്ട്. ഇതാ കണ്ടോ? ഇതാണ് നമ്മുടെ മിനിയേച്ചർ ഓറഞ്ച് അഥവാ ചൈനീസ് ഓറഞ്ച്. പിന്നെ ഇതിൻ്റെ നല്ല വലിപ്പം വെക്കുന്ന ഓറഞ്ചും ഉണ്ടായിരുന്നു. അതിൻ്റെ സീസൺ അല്ല ഇപ്പം. അതാകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാവേ. ഇതാ ഇവിടെയൊക്കെ ഒത്തിരി കാ പിടിച്ചിട്ടുണ്ട്. അച്ചാറിടാൻ പറ്റിയൊരു സാധനം ഇത്. അങ്ങനെ കുറേ നാളോടുകൂടിയുള്ള എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും കൂടുതൽ വീഡിയോസായിട്ട് വരാം. ഓണസമയമാകുമ്പോഴത്തേക്കിനും കുറേ ഫ്രൂട്ട്സ് ആയിക്കോളും. അപ്പം നമുക്ക് കൂടുതൽ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടാറ്റാ.